ദൈവനാമം മഹത്വപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റുള്ളവർ കാണുക, ഞാൻ എന്റെ കുറവുകളെ സംബന്ധിച്ച് അവിടെ വന്ന് മുമ്പിട്ട് അല്ലെങ്കിൽ സ്വയം ഞാൻ വലിയവനാണെന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കി, അല്ലെങ്കിൽ അഹങ്കാരത്തെ ഇല്ലാതാക്കി. ഇനി അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം എന്താ? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. ആ ശബ്ദത്തിനാണ് നമ്മൾ ഹൈന്ദവ രീതിയിൽ പറഞ്ഞ ഓംകാരം എന്ന് പറയുന്നത്. ഓം എന്ന് പറയുന്ന ശബ്ദം. അപ്പോൾ അഹം, ഓംകാരം എന്നീ പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്നതാണ് അഹങ്കാരം. അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്നതാണ് അഹങ്കാരം. എന്നെക്കാട്ടി വീട്ടിൽ ആരുമില്ല, ഞാനാണ് ദൈവം എന്ന് പറയുന്ന അഹം, ഓംകാരം രണ്ടും കൂടെ ചേരുമ്പോൾ അഹങ്കാരമായി. ഞാൻ ദൈവമാണെന്ന് ഒരിക്കൽ പറയുന്നത്. അങ്ങനെ അഹങ്കാരത്തിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ വന്ന് നമത്വത്തെ കരണം ചെയ്ത് ഞാനെന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആരാധിക്കുന്ന സന്ദർഭമാണ് നമസ്കാരം. അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് എന്ന് പറഞ്ഞ് വരാൻ കഴിയുന്ന വിധം വിശാലമാണ് ഇന്ന് നമ്മുടെ ദേവാലയത്തിന്റെ വാതിലുകൾ. തലയൊക്കെ ഉയർത്തി വരാൻ പറ്റുന്ന വിധമാണ് നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ ദേവാലയത്തിന്റെ ഇവിടെ പ്രധാനപ്പെട്ട വാതിൽ ചതുര രൂപത്തിലാണെങ്കിൽ വശത്തു കാണുന്ന വാതിലുകൾ ശ്രദ്ധിക്കുക, അത് ഒരു സ്ത്രീ തലയിലൂടെ തുണിയിട്ട് നിൽക്കുന്ന രൂപമാണ്. അത് മാതാവിന്റെ രൂപമാണ്. മാതാവിലൂടെയാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. മാതാവ് ശിശുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന മാതാവിനാണ് ഓർത്തഡോക്സ് സഭയിൽ പ്രാധാന്യം, നമ്മുടെ പാരമ്പര്യം. അങ്ങനെ മാതാവിലൂടെയാണ്, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന മാതാവിലൂടെയാണ് നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത്. മാതാവ് ക്രിസ്തുവിനെ എങ്ങനെ കണ്ടു, അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്. വിശുദ്ധ കന്യക പറയാം, എങ്ങനെയാണോ ഒരു താഴ്മ ചലിച്ചവളായി അവൾ താഴ്മയിൽ ഉയർന്നവളാണ്, എങ്ങനെയാണോ അവൾ താഴ്മയിൽ ഇത്രയധികം അംഗീകരിക്കപ്പെട്ടവളായി മാറിയത്, അതേപോലെ താഴ്മയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിലേക്ക് വരുന്നവരാണ് നമ്മൾ ഓർത്തഡോക്സ് വിശ്വാസം. അത്തരത്തിൽ ഒരു നമസ്കാരത്തിന്റെ അനുഭവത്തിന് വന്നത്. ഇന്ന് നമസ്കാരത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ എന്താ ധ്യാനിക്കാൻ പോകും? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനം പണ്ട് സന്യാസിമാരൊക്കെ ധ്യാനിച്ച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തപസ് ചെയ്ത് ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ പ്രത്യക്ഷപ്പെടുത്തി വരങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരിക്കലും ഒരാൾ തപസ് ചെയ്യുക, തപസ് ചെയ്തപ്പോൾ ദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ ആൾ വളരെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. പ്രായമുണ്ടായിട്ടും അവർ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്ത പ്രായമുള്ള ആളുകളെ പറയുന്ന പേരാണ് വൃദ്ധകുമാരി. അപ്പോൾ ഇത് സംസ്കൃതത്തിലെ ഒരു പ്രധാനപ്പെട്ട ന്യായമാണ്, വൃദ്ധകുമാരി വരന്യായം. അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? വരം ചോദിച്ചപ്പോൾ പുത്രാ മേ ബഹു ക്ഷീരാമൃതം ഓദനം കാഞ്ചന പാത്രേഷു ഗുഞ്ചീരൻ. ഒരു വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒറ്റ വരമാണ് ചോദിച്ചത്, പുത്രാ മേ ബഹു ക്ഷീരാമൃതം ഓദനം കാഞ്ചന പാത്രേഷു ഗുഞ്ചീരൻ. ഒരു കുത്തുമില്ല, ഒറ്റ വരമേ ചോദിച്ചു. പക്ഷെ ചോദിച്ചതാണ്, എന്റെ പുത്രന്മാർ സ്വർണ്ണ തളികകളിൽ പാലും വെണ്ണയും ചേർന്ന ഭക്ഷണം എനിക്ക് തരാം. അപ്പോൾ ദൈവം വരം ചോദിക്കുമ്പോൾ എല്ലാം നമ്മൾ ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വന്നുകൊണ്ട് ദൈവത്തോട് ആരാധിക്കുവാനായി, ദൈവത്തെ അറിയുവാനായി വരുന്ന ഒരാൾ, ദൈവം എനിക്ക് സകലത്തിലും മതിയായവരാണ്, അവരോട് ഞാനൊന്നും ആവശ്യപ്പെടേണ്ടതില്ല, അവനോട് ഞാനൊരു അടയാളവും ചോദിക്കേണ്ടതില്ല, അവനെനിക്ക് സകലവും നിർവഹിക്കുവാൻ ശക്തനാണ്, അവൻ സകലത്തിലും മതിയായവനാണ് എന്ന് ഉള്ള വിശ്വാസത്തിലേക്ക് എത്തണം. ആ വിശ്വാസത്തിലേക്ക് എത്തുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നിമിഷമാണ് ഈ ധ്യാനത്തിന്റെ നിമിഷം. അല്ലെങ്കിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അർത്ഥം, ധാരണ വരുത്തുക എന്നാണ് ധ്യാനം എന്ന വാക്കിന്റെ അർത്ഥം. ധാരണ വരുത്തുക. എനിക്കൊരു കാര്യം അറിയാം, അത് ഉറപ്പാണ് എന്ന് നമ്മൾ ധരിച്ച് തീരുക, ധരിക്കുക. അല്ലെങ്കിൽ ഒരേ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിലുള്ള എല്ലാ സന്ദേഹങ്ങളും അകറ്റുക, നമ്മളിൽ നിന്നുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കുക. അതാണ് ധ്യാനം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്റെ കർത്താവിന് സകലത്തിനും മതിയായവനാണെന്നുള്ള ബോധ്യത്തിൽ ഉറച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് ഏറ്റവും സഫലമാക്കി തീർക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയരെ, ഈ ദേവാലയം ദുബായിൽ നിങ്ങൾ എത്രയോ ആളുകൾ, പൂർവികരായ ആളുകൾ ഈ ദേശത്ത് വന്ന് കഷ്ടപ്പെട്ട് അവരെ നിർമ്മിച്ച് നിങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി തന്നിരിക്കുന്ന പൂർവികരെയൊക്കെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ആ പൂർവികരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്ന മാത്രമേ. ഏതാണ്ട് 10 വർഷക്കാലം വയനാട്ടിൽ, കണ്ണൂരിൽ
സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലെ പള്ളികളിൽ പ്രവർത്തിച്ച കാലത്ത് 5 വീട്ടുകാരുള്ള പള്ളികൾ ഒരുപാട് ദൂരമൊക്കെ സഞ്ചരിച്ചാണ് പള്ളികളിൽ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത് വലിയ കഷ്ടപ്പാടായിട്ടൊക്കെ തോന്നി. നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, വടക്കനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈയിടെ ഒരു പുലിയെ കൊണ്ടുവന്ന് നാട്ടുകാർ പാർക്കുന്ന സ്ഥലത്ത് വിടുന്നു പറഞ്ഞ് പത്രത്തിലൊക്കെ വലിയ വാർത്തയും ഒക്കെ ആയിരുന്നു. ആ സ്ഥലത്തായിരുന്നു എൻ്റെ ആദ്യത്തെ പള്ളി, വടക്കനാട് എന്ന് പറയുന്ന പള്ളിയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് ടാറ്റ തരുന്നത് കാട്ടുപോത്താണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൂടെയാണ് ഞാൻ ആ പള്ളിയിൽ പോയത്. അപ്പൊ ആ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നി. പക്ഷേ അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്ന അച്ഛന്മാരും കോന്നിക്കാരും ഒരു മാറ്റിസച്ചൻ ജോൺസനൊക്കെയാണ്. ആ അച്ഛൻ ഒരു കല്യാണത്തിന് വേണ്ടി ഇവിടുത്തെ പോലെയല്ല, മധുരം വെക്കൽ എന്ന് പറയുന്ന ചടങ്ങ് ഒരു ഭവനത്തിലേക്ക് വരികയാണ്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി എന്നെ കൂടെ അന്ന് ബത്തേരിയിൽ കൊണ്ടാകാം, ഒരു 10-20 കിലോമീറ്റർ ഉള്ളിലാണ്. അപ്പൊ അച്ഛൻ വീട്ടുകാർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ മാത്യൂസ് അച്ഛനെ കൊണ്ട് പോകാം. വാഴക്കുന്ന അച്ഛൻ്റെ സ്കൂട്ടറിൽ പുറകെ വരും. ഇതിന്റെ പുറകെ തന്നെ പറഞ്ഞു, കാരണം വഴിയിലാണ് ഇറങ്ങാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള കൊല്ലികളൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനല്ല എന്റെ മുന്നാലെയുള്ള ആളുകൾ എത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ്, എത്രയധികം പാടുപെട്ടിട്ടാണ് ഈ വിശ്വാസത്തെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, ഈ വിശ്വാസികളെ അവിടെ പ്രചോദിപ്പിച്ചിരിക്കുന്നത്, ഈ ആരാധനാ പാരമ്പര്യങ്ങളെ അവിടെ നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെയാണ് ഈ ദേവാലയവും. ഈ ദേവാലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒട്ടേറെ ആളുകളുണ്ട്. ഇന്ന് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയരാണ് നിങ്ങൾ ഈ മുന്നിലിരിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഇതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും. ഇത് നിങ്ങൾ ആരുടെ പേരിലാണ് ദേവാലയം ഒരുക്കിയിരിക്കുന്നത്? മാർ തോമസ് ലിഹായുടെ പേരിലാണ്, സെന്റ് തോമസിന്റെ പേരിലാണ്. ഈ മാർ തോമസ് ലിഹായ്ക്ക് ഒരു വലിയ പ്രത്യേകത, ആ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് മാർ തോമസ് ലിഹായെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്നത് സംശയാലുവായ